ഒരവസരം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസം 17ാമത്തെ ദിവസം കടന്നു വരുവാൻ സർവശക്തൻ നമ്മെ സഹായിച്ചല്ലോ. ആ കർത്താവിന് സകല ബഹുമാനവും ആമേൻ സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ള ദൂതിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തേക്കുള്ള ദൂത് ആമേൻ കിടക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം യെശയ്യാപ്രവാചകനിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആമേൻ. ഇത് 15-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത്: ദുഷ്ടന്മാരുടെ നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. ആമേൻ. ദുഷ്ടന്മാരുടെ നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, താഴ്മയുള്ളവനെ, പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കുന്നവനെ ദൈവം പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. താഴ്മയുള്ളവർ ആശ്വാസം പ്രാപിക്കുന്നത് പോലെ ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മറവിലും ആ ചിറകിൻ്റെ കീഴിലും ശരണം പ്രാപിക്കുന്ന ജനം എക്കാലത്തും അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. മാനുഷികമായ വാക്കുകൾക്കോ മാനുഷികമായ വിധികൾക്കോ വിധേയപ്പെടാതെ, മാനുഷികമായ ചിന്തകൾക്കോ കൗശല വാക്കുകൾക്കോ വിധേയപ്പെടാതെ ഒരു ആത്മീകനും ഒരു ആത്മീകയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് മുൻപിലോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പ്രവാചകൻ ദൂത് പറയുന്നത് നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഉറപ്പായിട്ടും ദൈവമുമ്പാകെ ഉന്മയോടെ നിൽക്കുന്ന ദൈവമക്കളുടെ പേരുകളെ കർത്താവ് വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കാം. കാരണം നമുക്കറിയാം, ഈ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അബ്രഹാം മുതൽ പഠിക്കുമ്പോൾ, നോഹ മുതൽ പഠിച്ചു വരുമ്പോൾ ആമേൻ സ്തോത്രം, നോഹയുടെ ആ ആത്മീക തീഷ്ണതയും അബ്രഹാമിൻ്റെ സമർപ്പണവും അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ സംസാരവും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഴ്ത്തത്വങ്ങൾ അത് സന്തതിയിൽ കൂടെ ഒക്കെ ദൈവം നിറവേറ്റി. ആമേൻ. അബ്രഹാമിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അബ്രഹാം സഞ്ചരിച്ച ദേശങ്ങളും അബ്രഹാം കുടിച്ച ഉറവകളും ഒക്കെ പിൽക്കാലത്തിൽ തലമുറയിൽ കൂടെ ദൈവം പിന്നെയും അവരെ പേരുകൾ നിലനിർത്താൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ അഭിഷിക്തമാർ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം വ്യക്തം പറയുന്നതാണ്. ആമേൻ. 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. നോക്കിക്കേ, വെളിപ്പാട് പുസ്തകം ഈ പേരിനെ വെളിപ്പെടുത്തുകയാണ്.
ഇതുവരയ്ക്കും ആരും അറിയാത്ത, ഇതുവരയ്ക്കും ആരും വിളിക്കാത്ത, ആരുടെ പുസ്തകത്തിലും എഴുതപ്പെടാത്ത ഒരു പുതിയ പേര് ഞാൻ ആമേൻ ആ വ്യക്തിക്ക് കൊടുക്കും. ആർക്കാ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ മുൻപിൽ ഉണ്മയോടെ നടക്കുന്ന, ദൈവത്തിൻ്റെ വാഴ്ത്തത്വങ്ങളും വേഗം വരുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷവും കയ്യിലേന്തി ആമേൻ ദൈവം അയക്കുന്ന ഇടങ്ങളിൽ ആമേൻ സത്യസുവിശേഷത്തെ നഗ്നമായി ആമേൻ പ്രസംഗിപ്പാൻ ആമേൻ യോഗ്യം പ്രാപിച്ചിരിക്കുന്ന ആമേൻ യോദ്ധാക്കൾക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ചില പേരുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിച്ച് ആമേൻ മുൻപിലോട്ട് വരികയാണെങ്കിൽ ആമേൻ വെള്ളക്കല്ലിന്മേൽ കൊത്തിയിരിക്കുന്ന ആമേൻ ആ പേരുണ്ടല്ലോ, പുതിയ പേര് ദൈവം അവർ കൊടുക്കുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ സന്ധ്യതയെയും നിങ്ങളുടെ പേരിനെയും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പേരൊരിക്കലും കളയത്തില്ല. കാരണം ദുഷ്ടൻ ഇവരെ പലപ്പോഴും തകർത്ത് കളയാൻ നോക്കി. അതാണ് 13-ാം വാക്യം പറയുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. തീർന്നില്ല കേട്ടോ. ആമേൻ. 15-ാമത്തെ വാക്യം പറയുന്നു, യഹോവേ നിന്റെ കോപത്തെ ഉഗ്രകോപത്തോടും ആമേൻ ആമേൻ തൻ്റെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ശ്വാസത്തെ അഗ്നിജ്വാല ആമേൻ ഓടുകൂടെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രവാചകൻ തന്നെ ഭയത്തോടെ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, യഹോവയ്ക്ക് എന്തുണ്ട്? കോപമുണ്ട്. സ്തോത്രം. കർത്താവിന് പലപ്പോഴും ആമേൻ ജനത്തെ നോക്കി ഉഗ്രകോപത്തോടെ നോക്കാറുണ്ട്. പക്ഷേ അവിടെയും പറയുന്നത് ആമേൻ തൻ്റെ ആമേൻ ശാശ്വതമായ ചില ഭുജത്തിലേക്ക് തൻ്റെ ജനത്തെ നടത്തുവാനും ചേർത്തു പിടിക്കുവാനും കർത്താവിന് ഇന്ന് പകൽക്കാലം കഴിയും. നോക്കിക്കേ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ തലമുറകളുടെ പേരുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, 20-ാം വാക്യം പറയുന്നു, ആരുടെ പേരുകൾ എന്നറിയാമോ? അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ചിലരെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ നിന്റെ ആമേൻ ആ യാത്രയുടെ മധ്യത്തിൽ ചിലരെ ഞാൻ എന്ത് ചെയ്യും? പുരോഹിതന്മാരാക്കും. ആമേൻ. ചിലർ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ലേവ്യരായും എടുക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ നിനക്ക് ആമേൻ ദൈവദാസുനെ ദൈവമക്കളെ നിങ്ങൾക്ക് നേരെ സഭയിലോ ദേശത്തിലോ കുടുംബത്തിലോ ആമേൻ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ചില വെല്ലുവിളികളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അബദ്ധമാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തും. അതാണ് 65-ാമത്തെ യെശയ്യാവിൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായം ആമേൻ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആമേൻ സ്തോത്രം 17-ാം വാക്യം പറയുന്നു. 17-ാം വാക്യം, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആമേൻ ആരുടെയും മനസ്സിൽ വരികയുമില്ല. കണ്ടോ, ദൈവം ഒന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഒന്നിനെ ദൈവം നിർമ്മിച്ചു കഴിഞ്ഞാൽ പഴയതെല്ലാം അങ്ങ് മറക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ആമേൻ സ്തോത്രം ചേറിൽ നിന്ന് ഞാൻ നിന്നെ വലിച്ചെടുത്തു എങ്കിൽ, ഞാൻ നിന്നെ ആമേൻ അഴുക്ക് ചാലിൽ നിന്ന് കഴുകിയെടുത്തു എങ്കിൽ നിന്റെ കഴിഞ്ഞകാല സംഭവങ്ങളെയൊക്കെ നീ മറക്കും. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ആമേൻ മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. നിന്നെ മാറ്റിയെടുക്കുന്ന വിധം കണ്ടോ. മനുഷ്യൻ മുദ്ര കുത്തുമ്പോൾ സ്വർഗം പറയുന്നു, ആരുടെയും മനസ്സിൽ ആമേൻ നിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർക്കാതെ അതെല്ലാം മായ്ച്ചു കളയും. കാരണം ദൈവം നിന്നെ പുതിയൊരു മനുഷ്യനാക്കും, പുതിയൊരു വ്യക്തിയാക്കും. ഇവിടെ വരെ നിന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയാ നീ അനുഭവിച്ച വേദനകൾ, ഇതുവരെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാ നീ അനുഭവിച്ച വിധകൾ,
ഇതുവരെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാ നീ അനുഭവിച്ച കണ്ണുനീരുകൾ. ഇതുവരെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാ പലരെയും നിന്നിൽ നിന്ന് ഞാൻ അകറ്റിയത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇതുവരെ നിന്നെ കൊണ്ടുവന്ന് ജയത്തോടെ നിർത്താൻ വേണ്ടിയാ പലരെയും നിന്നിൽ നിന്ന് ഞാൻ അകറ്റിയത്. ആമേൻ. ഞാൻ അറിയാതെ അല്ല. നിന്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങൾ ഞാൻ അറിയാതെ അല്ല. നിന്റെ ജീവിതത്തിൽ വന്ന കണ്ണുനീരുകൾ ഞാൻ അറിയാതെ അല്ല. നിന്റെ ജീവിതത്തിൽ വന്ന നെടുവീർപ്പുകൾ ഞാൻ അറിയാതെ വന്നതല്ല. ആമേൻ. എനിക്ക് നിന്നെ ഒരു മാനപാത്രമാക്കി ദേശത്ത് നിർത്തണമെന്ന്, ആമേൻ, അത് എൻ്റെ പദ്ധതി ആയതുകൊണ്ട് അനേകരുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ആമേൻ ആമേൻ ദ്രാവകങ്ങളുണ്ട്. അനേകരുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പകയുണ്ട്. അനേകരുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് വൈരാഗ്യങ്ങളുണ്ട്. ആമേൻ. നിന്നെ തകർത്ത് കളയുവാൻ തക്കം പാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് നിന്റെ ചിത്രത്തെ ഞാൻ മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ആരുടെയും മനസ്സിൽ പിന്നെ അതെന്ത് ചെയ്യില്ല, വരികയുമില്ല. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. ആമേൻ. ഇതുവരെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നിന്നെ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, നിന്റെ പേരിനെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നിന്റെ പേരിനെ നോക്കി നീ ശപിച്ചിട്ടുണ്ട്. ഈ പേരെനിക്ക് വേണ്ട, ഈ പേര്, ആമേൻ, എനിക്ക് വേണ്ട. ഈ പേരെൻ്റെ ജീവിതത്തിൽ വന്ന ശേഷമാണ് ഞാൻ ഇത്രയും വേദന അനുഭവിച്ചത്, ഞാൻ ഇത്രയും നിന്ന അനുഭവിച്ചത്. ഈ പേരെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ദൈവവേദനെ, നിന്റെ പേരിനെ ദൈവം നിലനിർത്താൻ പോകുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ യെശയ്യാപ്രവാചകൻ വളരെ ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ദൂത്, ആമേൻ, സ്തോത്രം, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഒരു വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ അത്ഭുതങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ പറയുക എങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ ആമേൻ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നിന്നെ നിലനിർത്തും. ആരൊക്കെ നിന്റെ നേരെ പഴി പറഞ്ഞാലും, ആരൊക്കെ നിന്റെ നേരെ നുണപ്രചരണം നടത്തിയാലും, അപവാദങ്ങൾ വിളമ്പിയാലും, നിന്റെ പേരിനെ സ്വർഗം ഇന്ന് പകൽക്കാലം ഈ 17ാമത്തെ ദിവസം ദൈവാത്മാ പറയുന്നു, ചില ഗൂഢാലോചനകൾ പൊളിയുന്ന, ചില മന്ത്രക്കെട്ടുകൾ പൊളിയുന്ന, ചില ആഭിചാരങ്ങൾ പൊളിയുന്ന, ചില നേർച്ച കാഴ്ചകൾ പൊളിയുന്ന ഒരു പകൽക്കാലമാണ്. സ്വർഗം അങ്ങനെ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ഈ 17ാമത്തെ ദിവസം കർത്താവേ, ഞങ്ങൾ പേരിനെ നിലനിർത്തുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പേരിനെ നിലനിർത്തുമെന്ന് പറഞ്ഞ കർത്താവേ, പിന്നെയും കർത്താവ് ഞങ്ങളെ മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും വിവിധ രാജ്യങ്ങളിൽ, വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ആമേ ചാനൽ വഴി കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.